ഹായ്. സോ നമുക്ക് നെക്സ്റ്റ് ഒരു NCERT അനാലിസിസ് നടത്തിയാലോ? സോ NCERT പ്രിപ്പറേഷൻസ് എന്ന് പറയുന്നത്, അതായത് നീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് NCERT പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അവിടെ തന്നെ നിങ്ങൾ NCERT ഫിസിക്സിൻ്റെ കേസിൽ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് എന്തിനു ശ്രമിക്കുക? റാഷണലൈസ്ഡ് NCERT, ഏറ്റവും പുതിയ NCERT തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. കാരണം കമ്പയർ ചെയ്യുമ്പോൾ അവിടെ എക്സസൈസിന് എണ്ണവും കുറവാണ്, പിന്നെ സിലബസ് എന്താണ്, അതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ എലിമിനേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുക. സോ ഇവിടെ നമ്മളിപ്പം വർക്ക് എനർജി പവർ എന്ന ചാപ്റ്ററിലുള്ള NCERT എക്സസൈസും അതിൻ്റെ ബേസിൽ ചോദിക്കുന്ന ഒരു എൻട്രൻസ് ക്വസ്റ്റ്യനുമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അവർ ടോപ്പിക് ഈസ് കൊളീഷൻ. സോ നമുക്ക് ആ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ട്. ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. ചോദ്യം ഇതാണ്: The bob A of a pendulum released from 30 degree to the vertical hits another bob B of the same mass at rest on a table. ഫിഗർ കാണിച്ചിട്ടുണ്ട്. How high does the bob A rise after the collision? Neglect the size of the bobs and assume the collision to be elastic. അപ്പോൾ ഇലാസ്റ്റിക് കൊളീഷൻ ആണ്. ഒരു ബോബ് വന്നിട്ട് മറ്റൊരു ബോബിനെ വന്ന് ഇടിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഇടിച്ച ബോബ് എത്ര ഉയരത്തിൽ മുകളിലേക്ക് പോകും എന്നതാണ് ഇവിടുത്തെ ചോദ്യം. സോ വളരെ പ്രധാനപ്പെട്ട നല്ലൊരു ചോദ്യമാണ്. പക്ഷേ ഇതിന്റെ കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കണം. സോ ഒരു പ്രത്യേകം പറയുന്നുണ്ട് ഇലാസ്റ്റിക് കൊളീഷൻ ആണ്. സോ ഇലാസ്റ്റിക് കൊളീഷൻ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളീഷൻ പഠിക്കുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസാണ് നമ്മളിവിടെ ഇതിനു വേണ്ടി അനാലിസിസിന് വേണ്ടി എടുക്കുന്നത്. ആ കേസ് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ, രണ്ട് മാസുകളുണ്ട്. രണ്ട് മാസുകളും സെയിം ആണ്. ഫസ്റ്റ് മാസ് ഈസ് മൂവിംഗ് വിത്ത് വെലോസിറ്റി u1, സെക്കൻഡ് മാസ് ഈസ് മൂവിംഗ് വിത്ത് വെലോസിറ്റി u2. ഈ മാസ് വന്നിട്ട് ആ മാസിനെ ഇടിക്കുന്നു. ഇടിച്ചു കഴിയുമ്പോൾ കൊളീഷൻ സംഭവിക്കുന്നു, ഉറപ്പായിട്ടും വെലോസിറ്റികൾ മാറും. സോ ആ കേസിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ഇഫ് ടു മാസസ് ആർ ഈക്വൽ ആഫ്റ്റർ കൊളീഷൻ ദ വെലോസിറ്റി ഗെറ്റ്സ് ഇന്റർചേഞ്ച്ഡ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഫോമാറ്റ് ആണ്. സോ അത് ശ്രദ്ധിക്കുക. രണ്ട് മാസുകളും സെയിം ആണെങ്കിൽ വെലോസിറ്റികൾ ഇന്റർചേഞ്ച് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഇടിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ മാസിന് രണ്ടാമത്തെ ആളുടെ വെലോസിറ്റി കിട്ടും u2. ഒന്നാമത്തെ അത് എഴുതി. അതേപോലെ രണ്ടാമത്തെ മാസിന് ഒന്നാമത്തെ ആളുടെ വെലോസിറ്റിയും കിട്ടും u1. അപ്പൊ ഇതാണ് വെലോസിറ്റി ഇന്റർചേഞ്ച് കണ്ടീഷൻ ഇഫ് ടു മാസസ് ആർ സെയിം ആൻഡ് ദ കൊളീഷൻ ഈസ് ഇലാസ്റ്റിക്. ഇനി നമുക്ക് നമ്മുടെ ഈ പറഞ്ഞ കൺസെപ്റ്റിലേക്ക് വരാം. ഇനി ഫോർ എക്സാമ്പിൾ, ഇതാണ് മാസ് m, രണ്ടാമത്തെ ബോഡി റെസ്റ്റിലാണ്. അപ്പൊ ഇയാൾക്ക് മാസ് ഉണ്ട്, അത് u1 ആണ്, ഇയാൾ 0 മാസ്. കൂട്ടിയിടിച്ചാൽ വെലോസിറ്റി ഇന്റർചേഞ്ച് ചെയ്യും എന്നാണല്ലോ നമ്മുടെ കൺസെപ്റ്റ്. സോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കൂട്ടിയിടിച്ചതിന് ശേഷം നമുക്ക് നോക്കാം. അപ്പം E0 ഇയാൾക്ക് കിട്ടും, ഓക്കെ. u1 മറ്റേ ആൾക്കും കിട്ടും. കണ്ടോ? അപ്പം റെസ്റ്റിലിരിക്കുന്ന ഒരു വസ്തുവിനെ ഒരു ബോഡി, സെയിം മാസ് ഉള്ള ഒരു ബോഡി വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ഇയാൾ റെസ്റ്റിലാവുകയും ഇടിച്ച ബോഡി മൂവ് ചെയ്യുകയും ചെയ്യും. കണ്ടോ? ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇത് വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ് ആണ്. ഇനി നമുക്ക് ആ ചോദ്യത്തിലേക്ക് ഒന്ന് പോവാം. ആ ചോദ്യം നോക്കിയേ. ഇത് രണ്ടുപേരും സെയിം മാസ് ആണ്, എനിക്ക് മനസ്സിലായി. രണ്ടുപേരുടെയും മാസ് സെയിം ആണ്. വന്നിടിക്കുന്ന ആള് മൂവ്മെന്റിലാണ്, ഇയാൾ റെസ്റ്റിലുമാണ്. സോ ഇയാൾ വന്ന് ഇടിക്കുന്നു, എ വന്ന് ബി യെ ഇടിക്കുന്നു, ബി പോകുന്നു, എ അവിടെ തന്നെ നിൽക്കുന്നു എന്നല്ലേ അർത്ഥം? ഇനി ചോദ്യം ഒന്ന് റീറെഡ് ചെയ്തേ. ദ ബോബ് എ ഓഫ് എ പെൻഡുലം റിലീസ് ഫ്രം 30 degree to the vertical hits another bob B of the same mass at rest എന്നാണ്. How high does the bob A rise after collision? ബോബ് എ എത്ര ഉയരം പൊങ്ങുമെന്നാണ് ചോദ്യം. ബോബ് എക്ക് റൈസ് ഉണ്ടാകുമോ? ഇല്ല. കാരണം ഇത് മൂവ് ചെയ്തുകൊണ്ട് വസ്തുവായിരുന്നു. വന്നിടിച്ചു കഴിഞ്ഞാൽ അയാൾ റെസ്റ്റിലായി മാറും, മറ്റേ ആളാണ് എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നത്. സോ ഹൈറ്റ് ചോദിച്ചാൽ 0 മീറ്റർ എന്ന് എഴുതാം. അല്ലെങ്കിൽ പറയാം ദ ബോബ് ഹൈ ഡസ് നോട്ട് റൈസ് എന്ന് പറയാം. പറഞ്ഞുകൂടെ? യെസ്. ഈ കൺസെപ്റ്റിൽ നിന്ന് വരുന്ന ഒരു എൻട്രൻസ് ചോദ്യമാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത്. ഒന്ന് വ്യക്തമായി വായിച്ച് വേഗം ആൻസർ പറഞ്ഞേ. The bob A of a simple pendulum is released when the string makes an angle of 45 degree with the vertical. It hits another bob of the same material and same mass kept at the rest on the table if the collision is elastic. Elastic ആണെന്ന് പറയുന്നു. മാസുകൾ രണ്ടും സെയിം ആണ്. അതിൽ രണ്ടാമത്തെ ബോഡി റെസ്റ്റിലുമാണ്. അപ്പോൾ ഒന്നാമത്തെ ആൾ ഒന്ന് ഇടിക്കുന്നു, ഒന്നാമത്തെ ആൾ റെസ്റ്റിലാകുന്നു, മറ്റേ ആൾ മൂവ് ചെയ്യുന്നു. ഓപ്ഷൻസ് വായിച്ചേ. Both A and B rise to same height. Both A and B come to rest at B. Both A and B move with the same velocity of A. ഫൈനൽ ആൻസർ നോക്കിക്കോണേ. ഓപ്ഷൻ നോക്കിക്കോണേ. എ കംസ് ടു റെസ്റ്റ് ആൻഡ് ബി മൂവ്സ് വിത്ത് വെലോസിറ്റി ഓഫ് എ. കറക്റ്റ് അല്ലേ? എ റെസ്റ്റ് ആകുന്നു, ബി എയുടെ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു, വെലോസിറ്റി ഇന്റർചേഞ്ച് ചെയ്യപ്പെടുന്നു. സോ ദിസ് ഈസ് ദ കൺസെപ്റ്റ്. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, NCERT എക്സസൈസിന്റെ ബേസിൽ MCQs ഫോം ചെയ്യപ്പെടാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ പുതിയ NCERT എക്സസൈസുകൾ ഫോളോ ചെയ്യുക. ജസ്റ്റ് അതൊക്കെ ഒന്ന് സോൾവ് ചെയ്യുക. അതിന്റെ ബേസിലുള്ള MCQs എന്ത് ചെയ്യുക? സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഇതേപോലെയുള്ള വീഡിയോസ് ആയിട്ട് ഇനിയും വരാം. സോ സ്റ്റേ സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച്.